അങ്ങനെ എൻ്റെ കയ്യിലൊരു മാർസ് കിട്ടിയിട്ടുണ്ട്. മാർസിന് 70 റുപ്യാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 70 റുപ്യ ഉണ്ടെങ്കിൽ ഇവർ എത്രമാത്രം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ. അങ്ങനെ അവരെ സൈറ്റിലെല്ലാം കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ ക്യാൻഡീസും ചോക്ലേറ്റ്സ് എല്ലാം ആകെപ്പാടെ 38% ഇവർ വെക്കുന്നില്ല. ബാക്കി എന്തൊക്കെയോ അതർ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത്. ഇവരിൽ പെറ്റ്സിനുള്ള ഫുഡ് അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ബൗണ്ടി, സ്നിക്കേഴ്സ്, ട്വിറ്റ്സ്, പിന്നെ ഈ M&M അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവർ ഇറക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളിപ്പോഴാണ് അറിയുന്നത് ഇത് ഇവരുടെയാണ്. ഇത് 1911 തൊട്ടേ സ്റ്റാർട്ടായ കമ്പനിയാണ്. വാഷിങ്ടണിലാണ് ഉള്ളത്. ഏകദേശം 50 കൺട്രീസിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഉള്ള കൺട്രീസിലാണ് ഇത് അധികം ഉള്ളത്. 2023 ഇവർക്ക് 50 ബില്യൺ ആണ് കേട്ടോ ഇവരുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെർഷീസ്, നെസ്ലെ, പിന്നെ ഫെറാറോ, ലിൻസ് അങ്ങനത്തെ ഒരുപാട് കമ്പനീസാണ് ഇവരുടെ മെയിനായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്. ഇന്ത്യയിൽ നിന്ന് മാത്രം എല്ലാ വർഷവും ഒരു 4 ബില്യൺ വെച്ചിട്ട് ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഫുള്ള് പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ ഹോസ്പിറ്റലാണ് ഉള്ളതെല്ലാം. US മാത്രമേ ഉള്ളൂ, വേറെ കൺട്രീസിലില്ല. ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ഇതുപോലെ റിവ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ മാർസ് മേടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഒരു 5 സ്റ്റാറൊക്കെ തിന്നുന്ന ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. 5 സ്റ്റാറിൻ്റെ ടേസ്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.